മോഹൻലാലിന്റെ അമ്മ. ആ വിശേഷണം ഒന്നുമാത്രം മതി ശാന്തകുമാരിയെ മലയാളികൾ തങ്ങളുടെ സ്വന്തം അമ്മയായി നെഞ്ചിലേറ്റാൻ. മോഹൻലാലിനെയും അദ്ദേഹത്തിന്റെ സിനിമാ യാത്രകളെയും പോലെ നമുക്ക് സുപരിചിതയാണ് ആ അമ്മയും. തന്റെ സന്തോഷത്തിലും സങ്കടത്തിലും ആ മകൻ അമ്മയുടെ അരികിലേക്ക് ഓടിയെത്തും, അമ്മയോട് ചേർന്നിരിക്കും. അമ്മയോടൊപ്പമുള്ള നിമിഷങ്ങൾ ഹൃദയത്തിന്റെ ഭാഷയിൽ ആ മകൻ കുറിച്ചിടുമ്പോൾ നമ്മുടെ കണ്ണുകളിൽ സ്നേഹക്കടൽ നിറയും. ഇന്ത്യൻ സിനിമാ രംഗത്തെ പരമോന്നത ബഹുമതിയായ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചതറിഞ്ഞതിന് പിന്നാലെ മോഹൻലാൽ കൊച്ചി എളമക്കരയിലെ വീട്ടിൽ വിശ്രമത്തിലായിരുന്ന അമ്മയെ കാണാൻ ഓടിയെത്തിയത് നമ്മൾ കണ്ടു. അങ്ങനെ എത്ര നിമിഷങ്ങൾ. അമ്മയുടെ അടുത്ത് പോയി കാര്യം അത് കാണാൻ അമ്മയ്ക്ക് ഭാഗ്യമുണ്ടായി, അത് അമ്മയെ കാണാൻ എനിക്കും ഭാഗ്യമുണ്ടായി. സുഖമില്ലാതിരിക്കുന്ന അമ്മയാണ്, പക്ഷെ അമ്മ അത് മനസ്സിലാക്കി എന്നെ അനുഗ്രഹിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് എല്ലാം മനസ്സിലാകും, സംസാരിക്കാൻ കുറച്ച് ഡിസ്ലറുണ്ട്, പക്ഷെ എനിക്ക് മനസ്സിലാകും. എന്തായാലും അമ്മയുടെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എൻ്റെ മാതാപിതാക്കളെ അതാണ് തീർച്ചയായിട്ടും. ധാരാളം സംസാരിക്കാറുണ്ടായിരുന്ന ഒരമ്മ, മകന്റെ ഓരോ ഉയർച്ചയിലും അങ്ങേയറ്റം ആനന്ദം കൊണ്ട ജീവൻ. കുട്ടിക്കാലത്തെ കുറുമ്പുകളെക്കുറിച്ച് പറഞ്ഞു തുടങ്ങി മഹാനടനിലേക്കുള്ള നടന്നുകയറ്റത്തെക്കുറിച്ച് ഓർത്തോർത്തങ്ങനെ അഭിമാനം കൊണ്ടൊരമ്മ. 2 വർഷം മുൻപുള്ള ഓണക്കാലത്ത് മോഹൻലാൽ ഇങ്ങനെ എഴുതി: ധാരാളം സംസാരിക്കുമായിരുന്ന അമ്മയ്ക്ക് ഇപ്പോൾ സംസാരിക്കാൻ സാധിക്കില്ല. കണ്ണുകളിലൂടെയാണ് ഞാനും അമ്മയും ഇപ്പോൾ കൂടുതൽ മിണ്ടാറുള്ളത്. കണ്ണിൽ നോക്കിയിരുന്നാണ് ഞാൻ ആ സ്നേഹവും വാത്സല്യവും അറിയുന്നത്. ചിലപ്പോൾ അമ്മ എന്നെ ഒന്ന് തൊടും, തല ഒന്നിളക്കും. അതിലൊക്കെ ഇപ്പോൾ ഒരു ഭാഷ തിരിച്ചറിയാൻ എനിക്ക് സാധിക്കുന്നു. പണ്ട് അമ്മ എനിക്ക് ഉരുള ഉരുട്ടിത്തന്നതുപോലെ ഞാൻ അമ്മയ്ക്ക് ഉരുള നൽകും. തൊട്ടിരിക്കുക എന്ന് പറയാറില്ലേ, ആ തൊടലിലൂടെ ഒരുപാട് കാര്യങ്ങൾ അമ്മ പറയാതെ പറയുന്നുണ്ടാവണം. അങ്ങനെ അമ്മയുടെ അടുത്തിരിക്കുമ്പോൾ ജീവിതത്തിന്റെ ഒരു ചക്രം പൂർത്തിയാവുന്നത് ഞാൻ അറിയുന്നു, അനുഭവിക്കുന്നു. ഞാനതിൽ എന്നെ കാണുന്നു, മനുഷ്യജീവിതം കാണുന്നു.